മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ആരാണ് നല്ല ഇടയൻ? യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമില്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യുന്നു. അവർ ഓടിപ്പോകുന്നത് കൂലിക്കാരായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റ് ആടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരു ആട്ടിൻപറ്റവും ഒരു ഇടയനുമാകും. നല്ല ഇടയൻ്റെ ആട്ടിൻപറ്റമായി തീരുവാനായിട്ടുണ്ട് ഇന്ന് ലോകം അത്യധികം ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ തന്നെ സഞ്ചരിക്കുകയാണ്. എൻ്റെ ബിസിനസ് സംബന്ധമായ യാത്രയിൽ അമേരിക്കയിൽ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം നൽകിയ ഒരു സംഭവം ഉണ്ടായി. വാഷിങ്ടൺ DC ഞാൻ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ജിനു എന്ന് പറയുന്ന ഒരു സ്ത്രീ എൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു ബൈബിളിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ലീഫ്ലെറ്റ് അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നു, എന്നെ ഏൽപ്പിച്ചു. എവിടെയെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഞാനും ആഗ്രഹിക്കാറുണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ. എൻ്റെ യാത്രയിലുടനീളവും കിട്ടിയ അവസരങ്ങളിലും ഞാൻ വചനത്തെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലും എനിക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് എടുക്കുവാനും എല്ലാം എനിക്ക് സാധിച്ചു. കാരണം എൻ്റെ കർത്താവായ യേശു നല്ല ഇടയനാണ്. എന്നെ സ്വർഗീയ രാജ്യത്തിലേക്ക് നയിക്കുന്ന ആ നല്ല ഇടയനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. നാം ആയിരിക്കുന്ന ഏത് പൊസിഷനിലും നിന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കിട്ടുന്ന അവസരങ്ങൾ വിനിയോഗിക്കുന്നുവെങ്കിൽ നാം സമ്പാദ്യം സ്വരുക്കൂട്ടുന്നുണ്ട്. ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി അല്ല, അത് സ്വർഗീയ രാജ്യം നമുക്ക് സമ്പാദിക്കുവാൻ വേണ്ടിയാണ്. അതാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ലോകമെങ്ങും പോയി കർത്താവിൻ്റെ സുവിശേഷം ഉദ്ഘോഷിക്കുക. ഞാൻ അമേരിക്കയിൽ വെച്ചിട്ടുള്ള വചന ശുശ്രൂഷയിൽ എന്നെ കർത്താവ് എന്നെ ബോധ്യപ്പെടുത്തിയത് എങ്ങനെയാണ് സുവിശേഷം ഉദ്ഘോഷിക്കേണ്ടതെന്ന് ലോകത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ കർത്താവ് എന്നെ പ്രേരിപ്പിച്ചു. കുർബാനയ്ക്ക് ശേഷമുള്ള വചന ശുശ്രൂഷയിൽ എനിക്ക് ദൈവാനുഗ്രഹത്താൽ ആ വചനം ഉദ്ഘോഷിക്കുവാനുള്ള അവസരം നൽകിയ ദൈവത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും സഭ വികസിച്ചത് ഇന്ന് നാം ലോകമെങ്ങും നോക്കുമ്പോൾ നമ്മുടെ മലയാളികളായിട്ടുള്ള സഹോദരിമാർ, അവർ അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും മറ്റു രാജ്യങ്ങളിലാണെങ്കിലും അവർ നമ്മളുടെ മാതാപിതാക്കന്മാർ നമ്മളെ മോൾഡ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. കർത്താവിൻ്റെ വചനം തിരുസഭയിലൂടെ, ആ തിരുസഭയിൽ നമുക്ക് ലഭിച്ച ജ്ഞാനസ്ഥാനത്തിലൂടെ, മറ്റു കൂദാശകളിലൂടെ ചൈതന്യം നിറഞ്ഞ നമ്മളുടെ സഹോദരിമാർ ശുശ്രൂഷകരായി ആ രാജ്യങ്ങളിൽ നേഴ്സുമാരായും മറ്റു പല രീതിയിലും അവർ പ്രവർത്തിക്കുമ്പോഴെല്ലാം അവർ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവരാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സുവിശേഷം നൽകി കർത്താവിൻ്റെ മഹത്വത്തെ ലോകത്തെ അറിയിച്ചവരെന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. എൻ്റെ അമേരിക്കൻ യാത്രയിൽ ഉടനീളം
അവരെയെല്ലാം എനിക്ക് കാണുവാനും കേൾക്കുവാനും അവരുടെ ആതിഥ്യം സ്വീകരിക്കുവാനുമെല്ലാം കൃപാവരങ്ങൾ എനിക്ക് ദൈവം നൽകിയിരിക്കുന്നു. ദൈവദൂതന്മാരുടെ സംരക്ഷണത്താൽ തന്നെയാണ് ഞാൻ എൻ്റെ യാത്രകൾ നടത്തിയത്. അവിടെയുള്ള ഈ സഹോദരീ സഹോദരന്മാരെല്ലാം യഥാർത്ഥത്തിൽ കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവർ ആ സുവിശേഷം നൽകുന്നുണ്ട്. അമേരിക്കയിലെ ചാർലി കിർക്ക് എന്ന ആ വ്യക്തി, കർത്താവിൻ്റെ വചനത്തെ ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തിക്കെതിരെ പ്രവർത്തിച്ച ദുഷ്ടശക്തിയിലൂടെ അദ്ദേഹം മരണപ്പെട്ടുവെങ്കിലും ഇന്ന് അമേരിക്കയിലെ ഉടനീളം കർത്താവിൻ്റെ സഭ വളരുകയാണ്. അവർ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ഇന്ന് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. കർത്താവിൻ്റെ വചന ശുശ്രൂഷയിൽ നാം ആയിരിക്കുന്ന സ്ഥലങ്ങൾ, നമ്മുടെ അമേരിക്കയിലുള്ള നഴ്സുമാരെല്ലാം അവരുടെ ജീവിതം അവിടെ നയിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ സംസാരിച്ചത്, നിങ്ങൾ സുവിശേഷം ഉദ്ഘോഷിക്കുന്നത് എങ്ങനെയായിരിക്കണം. അവരുടെ കുടുംബജീവിതത്തിൽ, അവരുടെ ജോലി മേഖലകളിൽ, അവരുടെ മറ്റു എല്ലാ കാര്യങ്ങളിലും കർത്താവാണ് എനിക്ക് ധൈര്യം നൽകുന്നതെന്നും കർത്താവാണ് എനിക്ക് എല്ലാം നൽകിയിരിക്കുന്നതെന്നുള്ള വിശ്വാസത്തോടുകൂടി നാം പ്രവർത്തിക്കുമ്പോൾ ഈ ലോകത്ത് ജീവിക്കുവാനുള്ളതും അതോടൊപ്പം തന്നെ നാം ട്രാൻസ്ഫോം ചെയ്ത് സ്വർഗീയ രാജ്യത്തിന് അവകാശമാകുവാനായിട്ടുള്ള നിക്ഷേപങ്ങളാണ് നാം കരുതി വെക്കുന്നതെന്നുള്ള സന്ദേശമാണ് കർത്താവ് എന്നെ പ്രേരിപ്പിച്ചത്. തീർച്ചയായും അത് സ്വർഗം സന്തോഷിക്കുന്നുണ്ട്. അവരിലൂടെ സഭ വളരുമ്പോൾ ഇന്ന് സഭയെ നയിക്കുന്ന പല ഇടയന്മാരും യഥാർത്ഥത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം മുന്നിലേക്ക് വരുന്നുണ്ട്. ഓരോ ഇടയന്മാരിലേക്കും കർത്താവ് നൽകിയിരിക്കുന്ന അധികാരം യഥാർത്ഥത്തിലുള്ള ഈ സഭയെ വളർത്തുവാനാണോ അതോ തളർത്തുവാനാണോ അവർ വിനിയോഗിച്ചതെന്നുള്ള ചോദ്യം ഉന്നയിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഒരു ഇടയനും ഒരു ആട്ടിൻപറ്റവുമായി തീരുവാനുള്ള ആ സുവിശേഷ വേല നാം ചെയ്യുമ്പോൾ നാം ദുഷ്പ്രേരണ നൽകുന്നുണ്ടോ എന്ന് പോലും പിതാക്കന്മാർ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും നാം മനസ്സിലാക്കുക, ഈ ലോകത്ത് ഒരേ ഒരു ജീവിതമാണ് നമുക്ക് ദൈവം തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും നമുക്ക് നൽകിയിട്ടുള്ളത്. ആയതിനാൽ നാം ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഹിതം അറിഞ്ഞുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ലോക ജീവിതത്തിൽ നിന്ന് തന്നെ നിക്ഷേപങ്ങൾ സ്വരുക്കൂട്ടുക സ്വർഗീയ രാജ്യത്തിലേക്ക്. അതിനുള്ള ജ്ഞാനവും വിവേകവും നമുക്ക് ലഭിക്കുവാനും നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളെ നേരിടുവാനായിട്ട് എഫേസ്യസ് 6-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് പാടണം. അതിനുള്ള കൃപകൾ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുക. നിങ്ങളെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ബ്രദർ തോമസ് ജോർജ്, പാണശ്ശേരി.